ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 ഫിസിക്സ് മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നമ്മൾ ഓൾറെഡി ഈ 2022 ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സിൻ്റെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ട് പഠിക്കണം മക്കൾ. പബ്ലിക് എക്സാമിൻ്റെ മോഡൽ എക്സാമിൻ്റെ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്നു അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. കാരണം എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട്, എസ്പെഷ്യലി +1 സംബന്ധിച്ചിടത്തോളം. കാരണം നിങ്ങൾക്ക് +1 ഹയർ സെക്കൻഡറി സംബന്ധിച്ച് മോഡൽ അറിയാത്തതാണ്. അതോട് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്ന വർക്കൗട്ട് ചെയ്യുക. സ്മൈൽ എക്സാം ആവട്ടെ, മോഡൽ എക്സാം ആവട്ടെ, പലതരത്തിലുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആവട്ടെ. ഓൾറെഡി +1 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത വീഡിയോസ് ഉണ്ട്, പ്ലേലിസ്റ്റ് നോക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ ടോപ്പിക്ക് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നൈസ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു, 2020 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് ടെർമിനലിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ 2017 വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലാസ്റ്റ് ഇയർ എങ്ങനെയായിരുന്നു മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, ഏതൊക്കെയാണ് ഡെറിവേഷൻ, കോൺസെപ്റ്റിൽ ഏതാണ്, ഓരോ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്ന് വെയിറ്റേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും മക്കളെ. ഓക്കെ, ബാക്കി നേരത്തെ 9 കാണിച്ച വീഡിയോ ചെയ്യാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അടുത്ത വീഡിയോസുകളായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഫുള്ളായിട്ട് കാണാം. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെയും ഷുവർലി നോട്ട് ചെയ്ത് വെക്കാം. ടോപ്പിക് വൈസ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ വൈസ് വീഡിയോസ് വേണമെങ്കിലും പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പം എല്ലാം നമുക്ക് ഇങ്ങനെ തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് മക്കളെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. അതിൽ ഓരോന്നിലും നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്, ഓരോന്നിലും ആൻസേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ദ എസ്കേപ്പ് സ്പീഡ് ഫ്രം ദ സർഫേസ് ഓഫ് എർത്ത്. ഓക്കെ, അവിടെ നമുക്ക് വന്നത് 1 വേർഡ് സെഷനാണ്. 1 വേർഡ് സെഷനിൽ നോർമലുള്ള ഒരു ഫോർമാറ്റാണ്. ഇപ്പോൾ അതേ ട്രെൻഡ് തന്നെയാണ് വരിക. 1 to 7, 1 മുതൽ 7 വരെ മാർക്കുള്ളത്. 1 to 7 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാർക്കാണ് വരുന്നത്. അതിൽ 5 എണ്ണമാണ് നോർമലി നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ടത്. 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 5 എണ്ണം എഴുതണം. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലേ. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് മുന്നേ വായിച്ച പോലെ ദ എസ്കേപ്പ് സ്പീഡ് അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫേസ് ഓഫ് എർത്ത്. എർത്തിലെ സർഫേസിലെ എസ്കേപ്പ് സ്പീഡ് എന്താ, എർത്തിലെ എസ്കേപ്പ് സ്പീഡ് എന്താ, എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്ന് എത്ര മാത്രം. ആൻസർ എന്താണ്? 11.2 km/s. മീറ്റർ/സെക്കൻഡ് അല്ല കേട്ടോ. പ്രീവിയസ് ഓപ്ഷൻസ് തന്നിട്ട് അത് ചോദിക്കാറുണ്ട്, നിങ്ങൾ തെറ്റിക്കും. 22.4 എന്നൊക്കെ തന്നിട്ട് പ്രീവിയസ് വന്നിട്ടുണ്ട്. അപ്പോൾ 11.2 യൂണിറ്റ് കൂടി പഠിക്കണേ, km/s. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് മാത്രമേ നോട്ട് ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. കാരണം ഇൻഡയറക്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് +1 സംബന്ധിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നിങ്ങൾ ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല മക്കളെ, ക്വസ്റ്റ്യൻസ് നല്ലോണം പരിചയപ്പെട്ടോട്ടോ. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമാറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ബൂസ്റ്റപ്പ്. ഇതേ ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. കാരണം ഈ 2023 മാത്രമല്ല, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടു നോക്ക്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വരുന്ന വീഡിയോസിലായിട്ട് ചെയ്തുതരാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കൺസേർവ്ഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് കൊളീഷൻസ്. ഏതാ ചാപ്റ്റർ? വർക്ക്, എനർജി ആൻഡ് പവറിൽ നിന്ന് കൊളീഷൻസിൻ്റെ ഭാഗത്തിൽ നമുക്കറിയാം ഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മൈൻഡിലേക്ക് ടോപ്പിക്സ് വരിക ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വായിക്കുമ്പോൾ. അപ്പോൾ കൊളീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാസ്റ്റിക് ഉണ്ട്, ഇൻഇലാസ്റ്റിക് ഉണ്ട്. അതിൽ 2 കൊളീഷനിലും ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് കൺസേർവ്? നമ്മൾ ലീനിയർ മൊമെൻറ്റം അല്ലെങ്കിൽ മൊമെൻറ്റം ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഗ്രാവിറ്റേഷൻ ആണ്. സെക്കൻഡ് വൺ വർക്ക്, എനർജി ആൻഡ് പവറിൽ നിന്ന് 1 വേർഡ് വന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ റേഡിയസ് ഓഫ് എ കാപ്പിലറി ട്യൂബ് ഈസ് ഡബിൾഡ്. ദ ഹൈറ്റ് ഓഫ് കാപ്പിലറി റൈസ് വിൽ ബി. കാപ്പിലറി റൈസ് നിങ്ങൾക്കറിയാം ഫ്ലൂയിഡിൻ്റെ അവസാന ഭാഗത്ത്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ നിന്നാണ് വന്നത്. അപ്പോൾ കാപ്പിലറി ഹൈറ്റ് എന്താകുമെന്നാണ് ചോദിക്കുന്നത്. എന്താക്കിയെന്നാണ് പറയുന്നത്? കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ഡബിൾ ആക്കി. അപ്പോൾ നമ്മൾ മൈൻഡിലേക്കും എല്ലാ ഇക്വേഷൻ വരണം അല്ലേ. H = 2s cos θ/a rho g അല്ലെങ്കിൽ r rho g. അവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ r, നമ്മൾ ഞാൻ a എന്നാണ് കൊടുത്തിരിക്കുന്നത്. r ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. a ആണ് അല്ലെങ്കിൽ r എന്ന് വിളിക്കും. അവിടെ റേഡിയസ്, അതായത് ഡിനോമിനേറ്ററിലെ ഈ ടേം a എന്ന് പറയുന്ന ഈ ടേം എന്താക്കിയെന്നാണ് പറയുന്നത്? ഡബിൾ ആക്കി. അപ്പോൾ താഴെ ഡിനോമിനേറ്ററിൽ ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്ത് സംഭവിക്കും? അത് ഹാഫ് ആയിട്ടുണ്ടാകും. അപ്പോൾ കാപ്പിലറി ട്യൂബ് ഓൾറെഡി ഉള്ളത് H ആണെങ്കിൽ ഇപ്പോൾ എന്തായിട്ടുണ്ടാകും? കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ഡബിളാക്കി കഴിഞ്ഞാൽ ഹൈറ്റ് വിൽ ബി ഹാഫ്ഡ് എന്ന് വേണം പറയാം അല്ലേ. h/2 ആയിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ക്ലിയർ ആണല്ലോ. ദെൻ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. അപ്പോൾ മനസ്സിലായി ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുവേ. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ് നോക്കി. ദ റസ്റ്റിംഗ് ഓഫ് അയൺ ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ഓക്കെ, ഇറിവേഴ്സിബിൾ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റസ്റ്റിംഗ് ഓഫ് അയൺ. ഓക്കെ, അയൺ തുരുമ്പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. അത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്നല്ല ചോദിച്ച ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നു. അത് ഇറിവേഴ്സിബിൾ ആണേ. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ അല്ലയോ എന്ന് പറയാം. കറക്റ്റാണല്ലേ. നേരെ തിരിച്ചെടുത്ത് തുരുമ്പിടിച്ചാൽ വീണ്ടും സാധാ പോലെ അയൺ ആവുക ഇല്ലല്ലോ. റസ്റ്റിംഗ് ഓഫ് അയൺ ഷുവർലി എന്ത് തന്നെയാണ്? ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. അത് സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്? ആൻസർ ട്രൂ ആയിരുന്നു.
ക്വസ്റ്റ്യൻ നമ്പർ 5 വന്നത് ഡസ് ദ സൗണ്ട് വേവ്സ് ഇൻ എയർ ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ട്രാൻസ്വേഴ്സ്. വേവ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം മെക്കാനിക്കൽ വേവ്സ് 2 ടൈപ്സ് ആണ്. അങ്ങനെ മൈൻഡിലേക്ക് ആ ടോപ്പിക്സും കൂടി കൊണ്ടുവരാം കേട്ടോ. ട്രാൻസ്വേഴ്സ് വേവ്സ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. ആ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് എക്സാമ്പിളായിട്ട് പറയുന്ന ഒരാളാണ് ആര്? സൗണ്ട് വേവ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ കേട്ടോ അവിടെ കറക്റ്റ് ആൻസർ വരിക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6 ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ് ഇപ്പോഴത്തെ മോഷന്, 1 ഡയമെൻഷനൽ മോഷന് സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുക? ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ കിട്ടുക. ഇതേ സമയം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആയിരുന്നുവെങ്കിലോ അത് ആക്സലറേഷൻ ആകുമായിരുന്നു. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ് മക്കളെ? ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. ദെൻ 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിൽ 2 വെക്ടേഴ്സ് ബി പാരലൽ ഓർ പെർപെൻഡിക്കുലർ ഇഫ് ദ ക്രോസ് പ്രോഡക്റ്റ് ബിറ്റ്വീൻ ദം ഈസ് 0. അതായത് 2 വെക്ടേഴ്സ് എടുത്തു. അതായത് 2 വെക്ടേഴ്സ് എ വെക്ടർ എടുക്കാൻ അവിടെ ജസ്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. എ വെക്ടർ ഉണ്ട്, ബി വെക്ടർ ഉണ്ട്. അവരുടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. അപ്പോൾ നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം എ ക്രോസ് ബിൻ്റെ ഇക്വേഷൻ എന്താണ്? അത് നിങ്ങൾ പഠിച്ചതിന് ഇൻഡയറക്റ്റ് ആക്കിയാണ്. വേണമെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ മതി, വെക്ടർ പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് ചോദിച്ചാൽ മതി. പക്ഷെ അങ്ങനെയല്ല ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ ആ 2 വെക്ടേഴ്സ് പാരലൽ ആയിരിക്കുമോ പെർപെൻഡിക്കുലർ ആയിരിക്കുമോ? കാരണം എന്താ? എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. അപ്പോൾ എ ക്രോസ് ബി എന്താവണം എന്നാണ് പറയുന്നത്? എ ക്രോസ് ബി 0 ആവണം. എ ക്രോസ് ബി 0 ആണെങ്കിൽ എയും ബിയും മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടേഴ്സ് അത് 0 അല്ല, കാരണം 0 വെക്ടേഴ്സ് അല്ല. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ എന്താവണം മക്കളെ? സൈൻ തീറ്റ 0 ആവണം. സൈൻ തീറ്റ 0 ആവണമെങ്കിൽ തീറ്റ ഷ്യൂർലി എന്തായിരിക്കണം? 0 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ സൈൻ 0 ആണല്ലോ 0. അപ്പോൾ അവിടെ എന്തായിരിക്കണം? പാരലൽ ഓർ പെർപെൻഡിക്കുലർ ചോദിച്ചാൽ ഷ്യൂർലി പാരലൽ ആയിരിക്കും. കാരണം 2 വെക്ടേഴ്സ് പാരലാണെങ്കിൽ മാത്രമേ തീറ്റ എന്താവുള്ളൂ? 0 ആവുള്ളൂ. സൈൻ 0ൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിൻ്റെ വാല്യൂ എന്താകും? 0 ആകും. ആൻറ്റി പാരലും ആവാട്ടോ. പക്ഷേ ഇവിടെ പാരലൽ ഓർ പെർപെൻഡിക്കുലർ ചോദിച്ചു കഴിഞ്ഞാൽ ഷുവർലി ആൻസർ എന്താണ്? പാരലൽ എന്ന് തന്നെ പറയണം. പാരലൽ ഓർ ആൻറ്റി പാരലൽ രണ്ടും ആൻസർ വരാം. ഇവിടെ ആൻസർ പാരലൽ ആണ് വരിക. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇതാണ് 1 വേർഡ് സെഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് ഈ ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ പിന്നെ കൂളാണ്, ഫ്രീ ആണ്, ടെൻഷൻ ഫ്രീ ആയിട്ടുണ്ടാകും. ഓക്കെ, നമുക്ക് 2 മാർക്കിൻ്റെ സെഷനിലേക്ക് പോവാം. ഓക്കെ, 2 മാർക്കിൻ്റെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 to 14 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 5 എണ്ണമാണ് എഴുതേണ്ടത്. 2 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുക. ടോട്ടൽ 5 into 10 മാർക്സ് ആണ് 2 മാർക്കിൻ്റെ സെഷൻ നിങ്ങൾക്ക് നൈസായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പോകാം. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. മക്കളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ സ്പീഡ് നിങ്ങൾ പോസ് ചെയ്ത് കാണാട്ടെ. അല്ലേ നല്ല ലെങ്തി ആവും, കാരണം ഒരു ക്വസ്റ്റ്യൻ ഫുള്ള് ഡിസ്കസ് ചെയ്യേണ്ടത്. +1 ഫിസിക്സ് ഫുള്ളല്ലേ വരുന്നത്. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ചെക്ക് വെദർ ദ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ mgh ഈസ് ഡയമെൻഷനിൽ കറക്റ്റ് ബൈ ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ്. നിങ്ങൾ കണ്ടുകൊണ്ട് മടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഹാഫ് ഇയർ എക്സാമിന് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതേതാ ടോപ്പിക് ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്നും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി മറ്റൊരു പേരെന്താണ്? ഡയമെൻഷനൽ അനാലിസിസ് അല്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ mgh കറക്റ്റ് ആണോ ഇല്ലയോ? ഷുവർ. നമുക്ക് LHS ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്പറാണ്, കോൺസ്റ്റൻസ് ആണ്. ലോഗരിതമിക് വന്നാൽ, എക്സ്പൊണൻഷ്യൽ വന്നാൽ, ട്രിഗണോമെട്രി വന്നാൽ, ഇങ്ങനെ വന്നാലും നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി കൊടുക്കാൻ പറ്റില്ല. അത് തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിൻ്റെ ലിമിറ്റേഷൻസിൽ പെടുന്ന ഒരാൾ. ഓക്കെ, അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം വി സ്ക്വയർ എന്ന് മാത്രം എടുക്കേണ്ട. അപ്പോൾ എം വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എം ആണ്. എമ്മിൻ്റെ ഡയമെൻഷൻ വി സ്ക്വയർ എന്ന് പറയുമ്പോൾ L സ്ക്വയർ T-2. ഞാനിതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. RHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mgh ആണ്. എം എന്ന് പറഞ്ഞാൽ മാസം ഒന്നും തന്നിട്ടില്ല കേട്ടോ, മനസ്സിലാക്കി എടുക്കണം. എം മാസമാണ്. അപ്പോൾ mghൻ്റെ ഡയമെൻഷൻ എന്താണ്? എമ്മിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം ആണ്. ജീൻ്റെ ഡയമെൻഷൻ എന്താണ്? LT-2. പിന്നെ Hൻ്റെ ഡയമെൻഷൻ വരുമ്പോൾ L ഉണ്ടാവും. അപ്പോൾ എല്ലും കൂടുമ്പോൾ L സ്ക്വയർ × T-2. ദാറ്റ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 2. കമ്പയറിംഗ് ഇക്വേഷൻ നമ്പർ 1 വിത്ത് ഇക്വേഷൻ നമ്പർ 2 നമുക്ക് ഈസായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. രണ്ടിൻ്റെയും RHS അല്ലെങ്കിൽ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 എന്താണ് മക്കളെ? കറക്റ്റ് അല്ലേ? അപ്പോൾ രണ്ടാളും ഈക്വൽ ആണ്, അല്ലെങ്കിൽ LHS ഈക്വൽ RHS ആണെങ്കിൽ ആ ഇക്വേഷൻ എന്താണെന്ന് വിളിക്കാം? കറക്റ്റ് ആണെന്ന് വിളിക്കാം. അപ്പോൾ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് എഴുതി കൊടുക്കാം? സോ ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് എഴുതി കൊടുക്കണേ. കറക്റ്റ് എന്ന് മാത്രം എഴുതല്ലേ, ഡയമെൻഷനലി കറക്റ്റ്. കാരണം നമുക്ക് ഹാഫ് തന്നില്ലെങ്കിലും നമുക്ക് ആ ഇക്വേഷൻ കറക്റ്റ് ആകുമായിരുന്നു. അതുകൊണ്ട് എക്സാക്റ്റ് ആണെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കണം. അത് മറ്റൊരു പ്രാവശ്യം ഇതേ ക്വസ്റ്റിൻ്റെ ബി പാർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായി മക്കളെ. ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന മക്കൾ അത് ശരിക്കും പഠിച്ചു നോക്കണം. നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചിട്ട് ആ ഒരു ഇക്വേഷൻ എക്സാക്റ്റ് ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ? ഇവിടെ ഓക്കെയാണ്, എക്സാക്റ്റ് ആണ്. പക്ഷേ അവിടെ ഹാഫ് എം വി സ്ക്വയർ വരാം. എം വി സ്ക്വയർ തന്നു കഴിഞ്ഞാലും അത് ഓക്കെ ആയിരിക്കില്ലേ? ക്ലിയർ ആയോ? ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ കറക്റ്റ് ആണെന്ന്, അല്ലെങ്കിൽ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഓക്കെ, പറയുന്നത് നോട്ട് ചെയ്ത് നോക്കിട്ടോ. ദെൻ 9ാമത്തെ ക്വസ്റ്റ്യൻ പോകുന്നത് റൈറ്റ് ഡൗൺ ദ ടൈപ്പ് ഓഫ് എനർജി പെർസെൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. താഴെ 4 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് എനർജി ഉണ്ടാവുക? ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി ആണോ, പൊട്ടൻഷ്യൽ എനർജി ആണോ, വർക്ക് എനർജി ആൻഡ് പവറിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ഫ്ലോയിങ് വാട്ടർ വെള്ളം ഒഴുകുന്ന കേസ് എന്താണ്? കൈനറ്റിക് എനർജിയാണ്. ക്ലോക്കിലെ സ്പ്രിങ് ഓഫ് എ ക്ലോക്ക്. ഓക്കെ, സ്പ്രിങ് എന്ന് പറയുന്ന സമയത്ത് സ്ട്രെയിൻ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് അത് ഉണ്ടാവുക. ആൻസർ പൊട്ടൻഷ്യൽ എനർജി എന്ന് മാത്രം എഴുതിയാൽ മതിയാകും.
റോളിംഗ് ബോൾ മൂവ് ചെയ്യുന്നുണ്ട്. സോ കൈനറ്റിക് എനർജിയാണ്. റൈസ്ഡ് ഹാമർ പൊട്ടൻഷ്യൽ എനർജി കാരണം ഹൈറ്റ് ഓർ പൊസിഷൻ കാരണവും നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയാണ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നല്ല കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും മക്കളെ. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും അത് ശരിക്കും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എത്രത്തോളം പഠിക്കുന്നതിനനുസരിച്ച് കേട്ടോ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വേണം. 10ാമത്തെ ക്വസ്റ്റ്യൻ അതിൽ എ പാർട്ട്. വാട്ട് ഈസ് എൻ ഐഡിയൽ ഗ്യാസ്? ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് ഓർമ്മിക്കണം കേട്ടോ. ഐഡിയൽ ഗ്യാസിൻ്റെ എന്താണ് ഐഡിയൽ ഗ്യാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഐഡിയൽ ഗ്യാസ്? ദ ഗ്യാസ് വിച്ച് ഫോളോസ് ഓൾ ദ ഗ്യാസ് ലോസ് അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ് ആൻഡ് പ്രഷർ. ഇതാണ് ഐഡിയൽ ഗ്യാസിൻ്റെ ശരിക്കുള്ള ഡെഫിനിഷൻ. ഓക്കെ, എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും അവർ നമ്മളെ ഗ്യാസ് ലോസ് ഒക്കെ ഒബേ ചെയ്യുന്ന ആൾക്കാരെയാണ് ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുക. ഓക്കെ, കഴിഞ്ഞ പബ്ലിക്ക് ഇതിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞാൽ നല്ലോണം പഠിച്ച മക്കളെ, എസ്പെഷ്യലി +1 കുട്ടികൾ നല്ലോണം പ്രിപ്പയർ ചെയ്യണം. കാരണം നിങ്ങളുടെ ഈ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ +1 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ഇയർ +2ൻ്റെ കൂടെ ഒക്കെ എഴുതേണ്ടതുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. നല്ല എഫേർട്ട് എടുക്കുക കേട്ടോ. ദെൻ അതിൽ ബി പാർട്ട് റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഫോർ പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ ടേംസ് യൂസ്ഡ് ഇൻ ഇറ്റ്. ഒന്നുമില്ല, ഇക്വേഷൻ മാത്രം എഴുതാനാണ് പറഞ്ഞാൽ നൈസാണ്, പെട്ടെന്ന് കഴിഞ്ഞു. ഓക്കെ, ഡെറിവേഷനാണ്, കുറച്ചൊന്ന് സമയം പോവുമായിരുന്നു. പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/3 N. ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ നോക്കുക. എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. 1/3 N V². അതിൽ ഓരോ ടേംസ് എന്താണെന്ന് എടുത്ത് പറയണം. അത് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്നാണ് എൻ്റെ അഭിപ്രായം. സ്മോൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ആണ്. അതിൻ്റെ ഇക്വേഷൻ കൂടി ഒന്ന് ഓർമ്മിച്ചേക്കും മക്കളെ. നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ N / V ആണ് അല്ലേ. നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് per യൂണിറ്റ് വോളിയത്തിനാണ് നമ്പർ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ദെൻ വാട്ട് ഈസ് V bar? RMS വെലോസിറ്റി ആണ്. ദെൻ സ്മോൾ ഇത്രയും മാസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ 2 മാർക്കാണ് നമുക്ക് അവിടെ കൈനറ്റിക് തിയറിയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ 11th ക്വസ്റ്റ്യൻ എ പാർട്ട്. വാട്ട് ഈസ് ആംഗിൾ ഓഫ് കോൺടാക്ട് ഓഫ് എ ലിക്വിഡ് വിത്ത് സോളിഡ് സർഫേസ്? അഗെയിൻ ഫ്ലൂയിഡ് ആണ്. ഫ്ലൂയിഡ് നമുക്കൊരു 1 വേർഡ് സെഷനിൽ വന്നിട്ടുണ്ട്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നല്ല മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററാണ്. അപ്പോൾ 2 മാർക്കിൻ്റെ സെഷനിലും ഫ്ലൂയിഡിനെ കാണാം. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കുക. നിങ്ങളതൊന്ന് അനലൈസ് ചെയ്തെടുക്കുക. ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെ വരുന്നത്, ഏതൊക്കെ സെഷനിലാണ് വരുന്നത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത്. അങ്ങനെ ഒരു നല്ലൊരു കോൺഫിഡൻസ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ടൈമിനനുസരിച്ച് ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറേ അറിയുന്നതായിരിക്കും, ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആംഗിൾ ഓഫ് കോൺടാക്ട് എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് ദ ലിക്വിഡ് സർഫേസ് ആൻഡ് സോളിഡ് സർഫേസ് ഇൻസൈഡ് ദ ലിക്വിഡ് ആണ്. ഇതിൻ്റെ ഫിഗർ ഓക്കെ, അതിൻ്റെ ബി കണക്ട് ചെയ്തുള്ള സാധനം തന്നെയാണ് ബി പാർട്ട് വരുന്നത്. ഈ ഫിഗർ തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാൻ പോയത്. ബട്ട് ബി പാർട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി, കാരണം 1 മാർക്കേ ഉള്ളൂ. ഓക്കെ, മാർക്കിനനുസരിച്ച് എഴുതണം മക്കളെ. ബി പാർട്ട്. ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് വാട്ടർ ഡ്രോപ്സ് ഓൺ എ ലോട്ടസ് ലീഫ് ആൻഡ് ഗ്ലാസ് പ്ലേറ്റ്സ് ആർ ഗിവൺ ബിലോ. റീഡ്രോ ഇറ്റ് ആൻഡ് മാർക്ക് ദ ആംഗിൾ ഓഫ് കോൺടാക്ട് ഇൻ ഈച്ച് കേസ്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ റൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ് ഉദ്ദേശിച്ചത്, അതുപോലെ ഈ ഷേപ്പ് മാത്രമേ തന്നിരിക്കുന്നുള്ളൂ. ഓക്കെ, ഇതിൽ നിന്നും ഈ ഫിഗർ നിങ്ങളൊന്ന് റീഡ്രോ ചെയ്തിട്ട് ആംഗിൾ ഓഫ് കോൺടാക്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ലോട്ടസ് ലീഫിൻ്റെ കേസിൽ ഇങ്ങനെ ഉണ്ടാവുക. ആംഗിൾ ഓഫ് കോൺടാക്ട് എന്താണ്? അതിൽ ടാൻജൻറ്റ് വരക്കാം. അത് ഇവിടെ വേണം, ഇവിടെ വരക്കാം. അപ്പോൾ ടാൻജൻറ്റ് വരച്ചിട്ട് ഇൻസൈഡ് ദ ലിക്വിഡ് സർഫേസ് എന്ത് ചെയ്യണം? ആംഗിൾ നോട്ട് ചെയ്യണം. ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് ദ ലിക്വിഡ് സർഫേസ് ആൻഡ് സോളിഡ് സർഫേസ് ഇൻസൈഡ് ദ ലിക്വിഡ് ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ ആംഗിൾ ഓഫ് കോൺടാക്ട്. ദിസ് ആംഗിൾ ഓഫ് കോൺടാക്ട് തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് കോൺടാക്ട് മാർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ തീറ്റ ആംഗിൾ എന്താണ്? ആംഗിൾ ഓഫ് കോൺടാക്ട് ദാറ്റ് ഈസ് ഡിനോട്ട് ബൈ തീറ്റ. ഹിയർ തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഒബ്റ്റ്യൂസ്. ഒന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതാണ് ഒബ്റ്റ്യൂസ്. ഈ കേസിലാവുന്ന സമയത്ത് ആംഗിൾ ഓഫ് കോൺടാക്ട് 90നേക്കാൾ കുറവ്. ഇവിടെ ആണെങ്കിൽ 90 വരിക, തൊട്ടുമുമ്പ് 90നേക്കാൾ കൂടുതലാണ്. ഇവിടെ 90നേക്കാൾ കുറവാണ്. തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി നമ്മളെന്ന് വിളിക്കുക അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, ആ ഒരു കേസ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ആംഗിൾ ഓഫ് കോൺടാക്ട് വന്നു. എന്താണ് 12ാമത്തെ ക്വസ്റ്റ്യൻ? 12ാമതിൽ എ പാർട്ട്. വാട്ട് ഈസ് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്? എന്താണ് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്? അങ്ങനത്തെ പറഞ്ഞാൽ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്, ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ്, അതൊക്കെ പറഞ്ഞാൽ അതാരാണ്? ടോർക്കാണ്. മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. മൊമെൻറ്റ് ഓഫ് മാസ് ആരാണ്? മൊമെൻറ്റ് ഓഫ് മാസ് ആരാ? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ദെൻ ബി പാർട്ട്. അണ്ടർ വാട്ട് കണ്ടീഷൻസ് ദ ടോർക്ക് ഡ്യൂ ടു ആൻ അപ്ലൈഡ് ഫോഴ്സ് ഈസ് 0? ഓക്കെ, അപ്പോൾ അത് ഒന്നൊരു സ്റ്റെക്ക് ആവും. ടോർക്കിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റും കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഫ്രം റൊട്ടേഷണൽ മോഷൻ പഠിച്ചിട്ടുണ്ടാകും. ഇവിടെ ചോദിക്കുന്നത് ടോർക്ക് ഡ്യൂ ടു ആൻ അപ്ലൈഡ് ഫോഴ്സ് 0 ആകുന്ന കണ്ടീഷൻ എപ്പോഴാണ്? ഓക്കെ, ടോർക്ക് ഡ്യൂ ടു അപ്ലൈഡ് ഫോഴ്സ് 0 എന്ന കണ്ടീഷൻ ദാറ്റ് ഈസ് കോൾഡ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ ടോർക്ക് ഡ്യൂ ടു ആൻ അപ്ലൈഡ് ഫോഴ്സ് എന്താകുന്നത്? 0 ആണ്. അപ്പോൾ എന്താ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒമേഗ എന്തായിട്ടുണ്ടാകും? കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പോൾ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അവിടെ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. ആ സമയത്താണ് നമ്മൾ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആവുക എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഓർമ്മിക്കുക, അതൊരു കോൺസെപ്ച്വൽ വന്നു. അതായത് ഫുൾ മാർക്ക് ഫുള്ള് പഠിച്ച ഒരാൾക്ക് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് സ്റ്റെക്കാകാം. അപ്പോൾ ഓർ ക്വസ്റ്റ്യനെ തേടി പോകുന്ന പരിപാടി ഉണ്ടാവുക. ക്വസ്റ്റ്യൻ നമ്പർ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ സിമ്പലുമാണ് തന്നിരിക്കുന്നത്. ഫ്രം ഗ്രാവിറ്റേഷൻ എന്ന് പറയാം, നമുക്ക് വേണം പറയാം, കാരണം എല്ലാവരും ഗ്രാവിറ്റേഷണൽ എന്ന് കാണാം. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫസ്റ്റ് വൺ. ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ തന്ന ആൾക്കാർ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി,
ഇവരുടെ സിമ്പിളാണ് സ്മോൾ ലെറ്റർ ജി, ക്യാപിറ്റൽ എഫ്, ക്യാപിറ്റൽ ജി, ക്യാപിറ്റൽ വി. ഓക്കെ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആരാണ്, സിമ്പിൾ ആരാണ്, ക്യാപിറ്റൽ ജി ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിനെ ക്യാപിറ്റൽ വി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക, ക്യാപിറ്റൽ യു ഓർ ക്യാപിറ്റൽ വി. കാരണം ശരിക്കും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ് വി കൊണ്ട് ഡിനോട്ട് ചെയ്യേണ്ടത്. ഇവിടെ വേറെ ആളില്ല. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി വിയിലേക്കും പോകാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്, ക്യാപിറ്റൽ എഫ് തന്നെയാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി ആരുണ്ടാകും, സ്മോൾ ലെറ്റർ ജി. അത് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ ഡിനോട്ട് ചെയ്യുന്ന സ്മോൾ ലെറ്റർ ജി തന്നെയാണ് ഗ്രാവിറ്റേഷൻ ഇൻറ്റൻസിറ്റി ആയിട്ട് മാറുന്നത്. 14th ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എ പാർട്ടും ബി പാർട്ടും തന്നെയുണ്ട്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് പാത്ത് ഫോളോഡ് ബൈ എ പ്രൊജക്റ്റ്? അത് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, പണ്ട് പഠിച്ച് മടുത്തൊരു കാര്യമാണ്. പരാബോളിക്കാണ്, ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടി ആ പരാബോള വന്നതിൻ്റെ ആ ഇക്വേഷൻ ഇല്ലേ, ഓക്കെ, എക്സ് ടൈൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇല്ല, വൈ ഇസ് ഈക്വൽ ടു. ആ ഇക്വേഷൻ കൂടി പഠിച്ചാൽ നന്നായിരിക്കും. പരാബോളേൻ്റെ ജനറൽ ഇക്വേഷനുമായിട്ട് സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ കേട്ടോ. ഓക്കെ, അതിൽ ബി പാർട്ട് Bharat want to draw the variation of velocity components of a projectile motion with the time. Help him with a correct diagram. ഒന്നുമില്ല, നമ്മൾ ആ പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഫിഗർ ഇല്ലേ, മുകളിൽ ഇനീഷ്യൽ വെലോസിറ്റി അതിന് 2 കമ്പോണൻറ്റ് യു എക്സ് ആൻഡ് യു വൈ ആക്കുന്നു, അതുപോലെ ഓരോ പോയിന്റിലും അതിൻ്റെ കമ്പോണൻറ്റ് ആക്കുന്നു. നിങ്ങൾ മിനിമം എന്ത് വരച്ചാൽ മതി, ഇത് വരക്കുക. ഇനീഷ്യൽ കമ്പോണൻറ്റിന് ഇനീഷ്യൽ വെലോസിറ്റിന് 2 കമ്പോണൻറ്റ് ആക്കാം, പിന്നെ ഹയസ്റ്റ് പോയിന്റിലും ആക്കിയാൽ മതി. മിനിമം ഇത് വരക്കണം, ബാക്കി നിങ്ങളുടെ ഇഷ്ടം. മിനിമം ഇത്രയെങ്കിലും വരച്ചിട്ടുണ്ടാവണം, സ്റ്റാർട്ടിങ്ങും അതുപോലെ ഹയസ്റ്റ് പോയിന്റും വരച്ചിട്ടുണ്ടാവണം. എന്നിട്ട് ഹയസ്റ്റ് പോയിന്റിൽ ഇവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഹയസ്റ്റ് പോയിന്റിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. വൈ കമ്പോണൻറ്റ് എന്തായിട്ടുണ്ടാകും, 0. അത് എന്തായാലും പഠിച്ചു നോക്കാം. അതുപോലെ തന്നെ ഹയസ്റ്റ് പോയിന്റിൽ കൈനറ്റിക് എനർജി, ആ ഡെറിവേഷനൊക്കെ പഠിക്കേണ്ടതാണ്. മാക്സിമം ഹൈറ്റ് അതൊക്കെ നമുക്ക് വരും. ഓക്കെ, ഇത് 2 മാർക്കിൻ്റെ സെഷനാണല്ലോ. അപ്പോൾ ഇവിടെ 2 മാർക്കിൻ്റെ സെഷനിൽ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഹയസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്റ്റൈൽ. ഓക്കെ, അവിടെ എന്താണ് പ്രൊജക്റ്റൈലിൻ്റെ കൈനറ്റിക് എനർജി ആവുക, ആ ഒരു കാര്യം കൂടി പഠിക്കണം. എന്താണാവുക, ഹാഫ് എം ഇൻറ്റു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഒന്ന് നോട്ട് ചെയ്ത് നോക്കണം മക്കളെ, ഞാൻ എഴുതിയില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, നോട്ട് ചെയ്ത് നോക്കട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15 to 21, 6 ക്വസ്റ്റ്യൻസാണ് എഴുതേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ് കേട്ടോ. 3 മാർക്കിൻ്റെ സെഷനാണ്. അങ്ങനെ 3 മാർക്കിൻ്റെ സെഷൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 6 into 3 18 മാർക്സ് കിട്ടും കേട്ടോ. ഓക്കെ, അതിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഓക്കെ എക്സ്പ്ലനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കാൻ ബി പാർട്ട് വരുന്നുണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഓക്കെ, അവിടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ ഡിഗ്രി ഓഫ് ആക്യുറസി ഓഫ് ദ വാല്യൂ. ഒരു വാല്യൂവിൻ്റെ ആക്യുറസി തീരുമാനിക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണെന്ന് പറയാം. അതായത് ഇത്രയേ ഉള്ളൂ, നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൂടുതലാണെങ്കിൽ, സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ ആ വാല്യൂവിൻ്റെ ആക്യുറസി കൂടുതലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആ ഒരു കാര്യം നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. കാരണം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളൊന്ന് ഓർമ്മിക്കണം കേട്ടോ. ഓക്കെ, അതിൽ ബി പാർട്ട് സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഓഫ് ദ ഫോളോയിങ്. താഴെ 4 നമ്പർ തന്നിട്ടുണ്ട്. ഇതിൽ ഓരോ ആളുടെയും NSF എന്താണെന്ന് പറയണം. ഫസ്റ്റ് വൺ 0.007 ആണ്, നമുക്കറിയാം അത്. ഓക്കെ, ഇഫ് എ നമ്പർ ഇസ് ലെസ് ദാൻ 1, ഓക്കെ, ദ സീറോസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് എ ഡെസിമൽ പോയിന്റ് ബിഫോർ എ നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻ്റ് ആണ് പറഞ്ഞു വരുന്നത്. ഈ സീറോയും സിഗ്നിഫിക്കൻ്റ് അല്ല. സോ 7 സിഗ്നിഫിക്കൻ്റ് ആണ്. ആൻസർ ഈസ് 1. അതെങ്ങനെ വന്നും കൂടി പഠിക്കട്ടോ, എനിക്കത് 1 എന്ന് പറഞ്ഞാൽ മതി, ബട്ട് അത് വന്നും കൂടി പഠിക്കുക. ശരിക്കും പറഞ്ഞാൽ റൂൾ നമ്പർ 3 ആണത്. ഓക്കെ, ദെൻ അതിന് മുമ്പ് പ്രീവിയസും 0.00 വെച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അതിൽ രണ്ടാമത്തെ ആൾ 2.64 into 10⁻²⁴. നമ്മൾ 10⁻ മൈൻഡ് ആക്കിയേ വേണ്ട, ബാക്കിയുള്ള ഈ 3 ആൾക്കാർ ഓക്കെ നമുക്ക് നോക്കിക്കാൻ മനസ്സിലാവും. ഓക്കെ, ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കൗണ്ട് ചെയ്യാം. ആൻസർ ആരാണ്, 3 ആണ് വരിക. അഗെയിൻ 0 പോയിന്റ് വരുന്നുണ്ടോ, ഓക്കെ 0.2370. ഓക്കെ, ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ട്, അവസാനത്തെ 0 എന്താണ്, കൗണ്ടബിൾ ആണ്. ആൻസർ 4 ആണ് വരിക. ഓക്കെ, ദെൻ 6.320. അവിടെ ആൻസർ ആര് തന്നെയാണ്, 4 ഡെസിമൽ പോയിന്റ് ആണെങ്കിൽ ട്രailing സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് റൂൾ നമ്പർ 5 പറയുന്നുണ്ട്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 2 മാർക്ക് അവിടെ നിന്ന് വരുന്നുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്കാണ് പോകേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 16 16ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിന് സെഷൻ തന്നെയുണ്ട്. അത്രേ പെട്ടെന്ന് പോകാം. അതിൽ 3 സെഷൻ കാണാം, ABC ആക്കിയിട്ടുണ്ട്. ഡിഫൈൻ ഇമ്പൾസ്. ഓക്കെ, ലോസ് ഓഫ് മോഷൻ വരുന്നു. ഡിഫൈൻ ഇമ്പൾസ് I is equal to I കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ഞാൻ ജസ്റ്റ് ഇക്വേഷൻ മാത്രം നോട്ട് ചെയ്താണ്. I is equal F into dt. ദെൻ ബി പാർട്ട്, why is it more dangerous to fall on frozen ice than fresh snow? ഓക്കെ, നമ്മളൊരു ഐസിലേക്ക് വീഴുന്ന സമയത്ത് ഫ്രീസ് ആയിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള ഐസിലേക്ക് വീഴുന്നത് ഒരു സ്നോയിലേക്ക് വീഴുന്നതിനേക്കാളും ഭയങ്കര ഡേഞ്ചറാണ്. കാരണം എന്താണ്, അവിടെ നമ്മൾ ഇമ്പൾസ് കണക്ട് ചെയ്തിട്ടാണ് പറയേണ്ടത്. F പ്രൊപ്പോർഷണൽ ടു 1/dt ആണ് അല്ലേ. ഇവിടെ നമ്മൾ I/dt വരും. അപ്പോൾ F ഈക്വൽ ടു ആണ് I/dt, F പ്രൊപ്പോർഷണൽ ടു ആണ് 1/dt. അപ്പോൾ സ്നോയിലേക്ക് വീഴുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ടൈം കിട്ടും. ടൈം ഓഫ് ഫ്ലോ കുറച്ചും കൂടി എന്തുണ്ടാവും, ചെറിയൊരു ടൈം കൂടും. ആ സമയത്ത് അവിടെ ഫോഴ്സ് കുറവായിരിക്കും. നമ്മൾ ഇതേ കേസ് തന്നെയാണ് ഏത് പറയാം, ക്രിക്കറ്റേഴ്സ്. ഓക്കെ, വൈൽ ക്യാച്ചിങ് എ ക്രിക്കറ്റ് ബോൾ ദ ക്രിക്കറ്റർ ലോവേഴ്സ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ്സ് എന്ന് പ്രീവിയസ് പല പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ്റെയും സെയിം എക്സ്പ്ലനേഷൻ കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. ഓക്കെ, അതിൽ സി പാർട്ട്, ദ പാസഞ്ചേഴ്സ് ഫോൾ ബാക്ക്വേർഡ് വെൻ എ ബസ് അറ്റ് റെസ്റ്റ് സ്റ്റാർട്ട് മൂവിങ് സഡൻലി. വൈ? ഓക്കെ, അത്
നിർത്തിയിരിക്കുന്ന ബസ് പെട്ടെന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് പാസഞ്ചേഴ്സ് ബാക്കോട്ടേക്ക് മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇനിയേഷൻ ഓഫ് റെസ്റ്റ് ആണ് അല്ലേ. അത് ഏതാ ലോ ചോദിച്ചാൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 17 എ പാർട്ട്. ഞാൻ പറഞ്ഞില്ല സ്പീഡ് ഞാൻ പോകുന്നതാണ് ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ട്. നല്ല ലെങ്ത് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്ത് സ്ലോയിലൊക്കെ ഇട്ട് കൊണ്ട് കണ്ടാൽ അതിൽ പോസ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ. 17ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ എ ബി പാർട്ടാണ്. സ്റ്റേറ്റ് ടു ഹുക്സിലോ എഗെയിൻ സോളിഡ്സ് ആണ് വരുന്നത്. സോളിഡ് ഇതുവരെ ക്വസ്റ്റ്യൻ വന്നില്ല. സോളിഡ്സ് എന്താണ്? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഫോർ സ്മോൾ ഡിഫോർമേഷൻ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അത്രയേ ഉള്ളൂ, വേറൊന്നും ഹുക്സിലോ ചോദിക്കാനില്ല. പിന്നെന്താണ് ബി പാർട്ട്? ഡ്രോ ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ എ മെറ്റൽ ആൻഡ് മാർക്ക് ദ ഫോളോയിങ്. താഴെ 3 പോയിന്റ് വന്നിട്ടുണ്ട്. ഈൽഡ് പോയിന്റ്, പ്രൊപ്പോർഷൻ ലിമിറ്റ്, ഫ്രാക്ചർ പോയിന്റ്. ഇതൊക്കെ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഒക്കെ നോട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ടിപ്പിക്കൽ മെറ്റലിൻ്റെ സ്ട്രെസ് ശ്രദ്ധിക്കണം. സ്ട്രെസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ട്രെസ് വൈ ആക്സിസിലാണ്, സ്ട്രെയിൻ ആണ് എക്സ് ആക്സിൽ. ഒരു ടിപ്പിക്കൽ മെറ്റലിൻ്റെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഇതാണ്. എടുത്ത് പറഞ്ഞ പോയിന്റ് പ്രൊപ്പോർഷൻ ലിമിറ്റ് ഇതാ. ഇവിടെ എ ബി സി ഒ എ ബി, ഇവിടെ വേണമെങ്കിൽ സി എന്നൊക്കെ കൊടുക്കാം. നമുക്ക് ഞാൻ വേണ്ടത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ പോയിന്റ് ആണ്, ഇവിടെയാണ് സി വരിക, ഇവനാണ് ഡി വരിക, ഇവനാണ് ഇ വരിക. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റാണ് പ്രൊപ്പോർഷൻ ലിമിറ്റ്. നമുക്ക് പറഞ്ഞത് എന്തായാലും കൊടുക്കണം. ബി എന്ന് പറയുന്ന പോയിന്റാണ് ഈൽഡ് പോയിന്റ്. അതിന് കൂടെ പഠിക്കേണ്ട മറ്റൊരു കാര്യം, പ്രീവിയസ് എപ്പോഴും ചോദിക്കുന്ന കാര്യം, ബീന് കറസ്പോണ്ടിങ്ങുള്ള സ്ട്രെസ് ആണ് ആര്? ഈൽഡ് സ്ട്രെസ് എസ് വൈ കൊണ്ടോ അല്ലെങ്കിൽ സിഗ്മ വൈ കൊണ്ടൊക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട് ഈൽഡ് സ്ട്രെസ് കേട്ടോ. അതുപോലെ ഡീന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ആണ്, ദറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എസ് യു ഓർ സിഗ്മ യു, ദറ്റ് ഈസ് കോൾഡ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് കേട്ടോ. ദെൻ ഈ പാർട്ട് ഫ്രാക്ചർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഇ ആണ് കേട്ടോ. ഇ എന്ന് പറയുന്ന പോയിന്റാണ് ഫ്രാക്ചർ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഭാഗം എപ്പോഴും സേഫ് ആയിട്ടുണ്ടാവും. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് മക്കളെ. സോളിഡ്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ മനസ്സിലാവും. ആപ്ലിക്കേഷൻ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഒക്കെ വരുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങളൊന്ന് നോക്കിയാൽ കേട്ടോ, പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോവുകയാണ്. 18A വാട്ട് ആർ നോട്ട്സ് ആൻഡ് ആൻറ്റി നോട്ട്സ് ഫ്രം വേവ്സ്. വേവ്സ് ഓൾറെഡി 1 വേർഡ് സെഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സൗണ്ട് വേവിൻ്റെ ലോഞ്ചിറ്റുള്ളതെന്ന് ചോദിച്ചു ഓർമ്മയില്ലേ? ഓക്കെ, നോഡ് എന്താണ്, ആൻറ്റി നോഡ് എന്താണ്? നോഡ് എന്താണ്? സ്റ്റാൻഡിംഗ് വേവ്സിനെ സംബന്ധിച്ചിടത്തോളം മിനിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകുന്ന പൊസിഷനെ വിളിക്കുന്ന പേരാണ് നോഡ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള ആൾക്കാരാണ് ആൻറ്റി നോഡ്. ജസ്റ്റ് ഒന്ന് ഫിഗർ ഒക്കെ വരച്ചാൽ നന്നായിരിക്കും. ഫിഗർ വരക്കാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ദെൻ ബി പാർട്ട്. ഓക്കെ, ഫസ്റ്റ് ഹാർമോണിക്സ് ഓഫ് എ വൈബ്രേഷൻ ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് ആൻഡ് മാർക്ക് നോട്ട്സ് ആൻഡ് ആൻറ്റി നോഡ്. ഫസ്റ്റ് 2 ഹാർമോണിക്സ്, ഫസ്റ്റ് ഹാർമോണിക്സിനെയും സെക്കൻഡ് ഹാർമോണിക്സിനെയും നോഡും ആൻറ്റി നോഡും സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ഒന്ന് നോട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഹാർമോണിക്സ്, ഇവനാണ് നോഡ്, ഇവനാണ് ആൻറ്റി നോഡ്. സെക്കൻഡ് ഹാർമോണിക്സ് ഇങ്ങനെയാണ് ഫിഗർ വരിക. നോഡും ആൻറ്റി നോഡും പഠിക്കുക. നിങ്ങളത് മാത്രമല്ല പഠിക്കണം മക്കളെ, അതിൻ്റെ ഫ്രീക്വൻസീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ഫ്രീക്വൻസീസിൻ്റെ റേഷ്യോ നിർബന്ധമായിട്ടും പഠിക്കണം. 19th ക്വസ്റ്റ്യൻ എ പാർട്ട് സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റ്. തൊട്ട് മുമ്പ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുക്കും പറഞ്ഞിട്ടുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ റൊട്ടേഷണൽ മോഷൻ എപ്പോഴും പഠിക്കുന്ന ഒരു ടോപ്പിക് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻ്റ്. അത് വന്നില്ലേ? ഉറപ്പിച്ച മക്കളെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റ് ആണ്. ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ എ ബോഡി ദെൻ ദെയർ ആംഗുലർ മൊമെൻ്റം റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലേക്ക് ടോർക്ക് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ആംഗുലർ മൊമെൻ്റം കോൺസ്റ്റൻറ്റ് ആയിരിക്കും. ഒരു മാർക്കേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, സമയം നോക്കിയിട്ട് എഴുതണം മക്കളെ. അതിൽ ബി പാർട്ട് വാട്ട് ഈസ് ദ ടോർക്ക് ഓഫ് ദ ഫോഴ്സ്. എഫ് വെക്ടർ തന്നിട്ടുണ്ട്. ആക്ടിങ് ആയിട്ട് ദ പോയിന്റ് വെക്ടർ തന്നിട്ട് പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. എബൌട്ട് ദ ഒറിജിൻ ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ടോ വെക്ടർ ഇസ് ഈക്വൽ ടു ആർ വെക്ടർ ക്രോസ് എഫ് വെക്ടർ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വെക്ടർ പ്രോഡക്റ്റ് കമ്പോണൻറ്റ് ഫോം ഓഫ് വെക്ടർ പ്രോഡക്റ്റ് ആണ് സംഭവം എന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ഓക്കെ, വെക്ടർ പ്രോഡക്റ്റിനെ കമ്പൗണ്ട് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിറ്റർമിനൻ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നില്ലേ? IJക്ക് ഇവിടെ തന്നിരിക്കും. ശ്രദ്ധിക്കണേ, ആർ ക്രോസ് എഫ് ആണ്, എഫ് ക്രോസ് ആർ അല്ല. അപ്പോൾ ആദ്യം ആറ് വെക്ടറിൻ്റെ കമ്പോണൻറ്റ് 3 3 3 എന്ന് എഴുതി. അതുപോലെ എഫ് വെക്ടറിൻ്റെ കമ്പോണൻറ്റ് 2 - 5 4 നമ്പേഴ്സ് മാത്രം കേട്ടോ. അതാണ് മാഗ്നിറ്റ്യൂഡ് മാത്രം. എന്നിട്ട് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുന്നു കേട്ടോ. ഡിറ്റർമിനൻ്റ് മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ സെറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ അത് ചെയ്ത് തന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ ഇങ്ങനെയാണ്. ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഒക്കെ ഉണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് ആൻസർ ഇടുന്നത്. 2 മാർക്ക് ഉണ്ട് കേട്ടോ അതിന്. ക്വസ്റ്റ്യൻ നമ്പർ 20 ഇക്വേഷൻ ഡെഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞത് ഫോർ യൂണിഫോമിൽ ആക്സൽ. എപ്പോൾ ശ്രദ്ധിക്കണം, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിൽ മാത്രമാണ് നമുക്കിത് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. S=UT + ½ t². എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ്റെ ഡെറിവേഷനാണ്, ഡെഡ്യൂസ് ആണ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. സ്ട്രെയിറ്റ് ലൈൻ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പം ചിന്തിക്കണം, V=U+AT ആവട്ടെ, S=UT + ½ t² ആവട്ടെ, V² U² + 2as ആവട്ടെ, ഇതൊക്കെ ഒബേ ചെയ്യുന്ന കണ്ടീഷൻ ചോദിക്കാം. യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ ചിലപ്പോൾ നേരെ ചോദിക്കും. യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ്റെ ഗ്രാഫ് വരക്ക് കൈൻഡ് റോഷൻ ചോദിച്ചാൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഗ്രാഫ് തന്നെയാണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് മസ്റ്റ് സ്റ്റഡി ആണ്. ആ ഗ്രാഫ്, ആ ഡെറിവേഷൻ, 3 ഡെറിവേഷൻ പഠിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് S=UT + ½ t²ൻ്റെയും V² U² + 2as ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21ലേക്ക് പോവുകയാണ്. എ പാർട്ട് വാട്ട് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്? ഏതാണ്? വർക്ക് എനർജി ആൻഡ് പവറിലാണ്. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ഫോളോഡ് ബൈ ദ ഒബ്ജക്റ്റിനാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. പറ്റുമെങ്കിൽ 2 എക്സാമ്പിൾ കൂടി പഠിച്ചു നോക്കുക. ഏതൊക്കെ പഠിക്കാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. നമ്മൾ ഇലാസ്റ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ് ഒക്കെ എന്താണ്? കൺസർവേറ്റീവ്
കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, മാഗ്നറ്റിക് ഫോഴ്സ് എന്താണ് കൺസർവേറ്റീവ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ, രണ്ടാമത് ബി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്കത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യണം, അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. ഹാഫ് കെ എക്സ് സ്ക്വയർ, അതിന് എനർജി എന്ന് കാണിക്കാൻ വേണ്ടി ഇന്ന് കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ആണ് യു എസ് എന്ന് കൊടുക്കാം, കുറച്ച് നല്ലത്. ആ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ട്രെയിൻ കാരണം ഉണ്ടാകും പൊട്ടൻഷ്യൽ എനർജി, ഹാഫ് കെ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേഷൻ, ഇൻറ്റഗ്രേഷൻ വരുന്ന ഡെറിവേഷൻ ഫ്രം വർക്ക് എനർജി ആൻഡ് പവർ ആണ് പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് 3 മാർക്കിന് ഉണ്ടായിരുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. നമ്മൾ നെക്സ്റ്റ് 4 മാർക്കിൻ്റെ സെഷനിലേക്ക് വേണം. 22 to 25 4 മാർക്കിൻ്റെ സെഷനാണ്. അതിൽ 3 എണ്ണമാണ് എഴുതേണ്ടത്. ടോട്ടൽ നിങ്ങൾക്ക് 12 മാർക്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, 22ാമത്തെ ക്വസ്റ്റ്യൻ ABC ഉണ്ട്. എ പാർട്ട്, വാട്ട് ഈസ് എ കാർനോട്ട് എഞ്ചിൻ? എന്താണ് കാർനോട്ട് എഞ്ചിൻ? തെർമോഡൈനാമിക്സിൽ ഇതുവരെ വന്നില്ല, തെർമോഡൈനാമിക്സിലേക്ക് പോകുന്നു. ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ നമ്മൾ എന്ത് വിളിക്കുക, കാർനോട്ട് എഞ്ചിൻ. അത് സാഡി കാർനോട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഡെവലപ്പ് ചെയ്ത് പ്രൊപ്പോസ് ചെയ്യുന്നൊക്കെ വേണം പറയാം. അതിൻ്റെ എഫിഷ്യൻസി 100% എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിൽ PV കേവ്, അത് ഇപ്പോഴും ചോദിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, കാർനോട്ട് സൈക്കിൾ വരക്കാൻ പറയും, അല്ലെങ്കിൽ PV കേവ്, PV ഗ്രാഫ് വരയ്ക്കാൻ കാർനോട്ട് എഞ്ചിൻ. അതുപോലെ തന്നെ അതിലുള്ള ഓരോ ഡിഫറൻറ്റ് തെർമോഡൈൻ പ്രോസസ്സ് ഒന്ന് നോട്ട് ചെയ്യാൻ ഈ ഗ്രാഫ് കേട്ടോ. നമ്മൾ 4 പ്രോസസ്സിലെ ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡിയാബാറ്റിക് കംപ്രഷൻ കറക്റ്റ് വരച്ച് വെക്കുക. ഇത് തന്നെയാണ് കാർനോട്ട് സൈക്കിൾ. ഈ 4 സ്റ്റെപ്സും കൂടെ അറിഞ്ഞിരിക്കുക. അതാണ് കാർനോട്ട് സൈക്കിൾ. ഈസ് ഇറ്റ് പോസിബിൾ ടു ഡിസൈൻ എ കാർനോട്ട് എഞ്ചിൻ വിത്ത് 100% എഫിഷ്യൻസി സബ്സ്റ്റൻഷിയേറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു 100% എഫിഷ്യൻസി ഉള്ള ഒരു കാർനോട്ട് എഞ്ചിൻ നമുക്ക് റിയൽ ലൈഫിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലേ? ഓക്കെ, അതില്ല എന്നുള്ള കാര്യം ഓർമ്മിക്കുക. 100% എഫിഷ്യൻസി ആണെന്നുള്ളൊരു നമുക്കതൊരു തിയറിയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 100% എഫിഷ്യൻസി നമുക്ക് ഉണ്ടാകും. റിയൽ ലൈഫിൽ അത് പോസിബിൾ അല്ല, പ്രാക്ടിക്കൽ ലൈഫിൽ പോസിബിൾ അല്ല. എന്തുകൊണ്ടാണെന്ന് കൂടി പറയണം. സബ്സ്റ്റൻഷിയേറ്റും കൂടി പറയുന്നത് ജസ്റ്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്നുമില്ല, ഈറ്റ ഈക്വൽ 1 - Q2/Q1 ആണ് ഈ എഫിഷ്യൻസി എന്ന് പറഞ്ഞിരിക്കണം. ഇത് 100% പോസിബിൾ ആകുമായിരുന്നു എപ്പോൾ Q2ൻ്റെ വാല്യൂ 0 ആണെങ്കിൽ. ഓക്കെ, Q2 എന്ന് പറഞ്ഞാൽ സിങ്കിൻ്റെ കേസിലുള്ള ഹീറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ Q2ൻ്റെ വാല്യൂ ഒരിക്കലും എന്താകില്ല, 0 ആകില്ല. അങ്ങനെ 0 ആകുമായിരുന്നെങ്കിൽ 100% ആണ്. പക്ഷേ ആ Q2ൻ്റെ വാല്യൂ 0 ആവില്ല. അതാണ് ബട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചെറിയ സമയം കൊണ്ടാണ് കേട്ടോ അത് പറഞ്ഞിരിക്കുന്നത്. കൂടുതലാണെങ്കിൽ ഷുവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കും കേട്ടോ. 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാണ്. എ പാർട്ട്, വാട്ട് ഈസ് റിട്ടാർഡേഷൻ? എന്താണ് റിട്ടാർഡേഷൻ? നെഗറ്റീവ് ആക്സിലറേഷൻ വിളിക്കേണ്ട പേരാണ് റിട്ടാർഡേഷൻ. പറ്റുമെങ്കിൽ അതിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സിലറേഷൻ യൂണിറ്റും ഡയമെൻഷൻ നോക്കുന്ന എഴുതി വെക്ക്. അപ്പോൾ ബി പാർട്ട് എങ്ങനെ ചെയ്യുക? ആ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ആ വണ്ടി എന്ത് ചെയ്യാനാണ് പോകുന്നത്, സ്റ്റോപ്പ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ V 0 ആണ്. ഇനീഷ്യൽ സ്പീഡ് എന്താണ് 126 km/h. അതിന് m/s ആകുമ്പോൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 35 ആണ്. എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്? അപ്പോൾ S = 200 മീറ്റർ ഉണ്ട്. അപ്പോൾ എ പാർട്ടിയുടെ റിട്ടാർഡേഷനെ കണ്ടുപിടിക്കാൻ നമ്മൾ കയ്യിലുണ്ട് V² = U² + 2as. കാരണം ടൈം തന്നിട്ടില്ല, ടൈം നമ്മൾ ബി പാർട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് VA = V² - U²/2as. നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മതി, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ 0ൻ്റെ V എന്ന് പറഞ്ഞാൽ 0 ആണ്. U² എന്ന് പറയുമ്പോൾ -35² / 2 × 200 400 ഡിവൈഡ് ചെയ്ത് സ്ക്വയർ ഒക്കെ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ -3.06 m/s². നിങ്ങളൊന്ന് വേണം ചെക്ക് ചെയ്യാം കേട്ടോ കിട്ടുന്നുണ്ടോന്ന്. രണ്ടാമത്തെ എത്ര സമയം എടുക്കും, ഹൗ ലോങ് ആണ് ചോദിക്കാം. അപ്പോൾ V = U + AT ആണ്. അപ്പോൾ T = ഫ്രം ദിസ് ഇക്വേഷൻ T = V - U/A. നമ്മൾ തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യൻ A കണ്ടുപിടിച്ചു. ഇത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് മൈനസ് കിട്ടിയത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ 3.06 എന്ന് എഴുതിയാൽ മതി. കാരണം റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നെഗറ്റീവ് ആക്സിലറേഷൻ. അപ്പോൾ A ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ആയതുകൊണ്ടാണ് -3.06, മുകളിൽ -35 ഉണ്ട്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ടൈം കിട്ടുന്നു 11.44 സെക്കൻഡ് കൊണ്ടായിരിക്കും ആ വെഹിക്കിൾ അല്ലെങ്കിൽ ആ കാറ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഒന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പറ്റും ബുദ്ധിമുട്ടായ പ്രോബ്ലം വരുന്നു ഒന്ന് എടുത്ത് എഴുതിയിട്ട് പഠിക്കുന്നത് നന്നായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 24 പോകണം മക്കളെ. അതിൽ അവിടെയുണ്ട് എ പാർട്ട് ബി പാർട്ട്. വാട്ട് ഈസ് സെക്കൻഡ് പെൻഡുലം? ഓസിലേഷൻ എന്ന് പോയല്ലേ. അപ്പോൾ സിമ്പിൾ പെൻഡുലം അറ്റ് വെച്ച് ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള സെക്കൻഡ് സിമ്പിൾ പെൻഡുലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സെക്കൻഡ്സ് പെൻഡുലം. പറ്റുമെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് നിർബന്ധമായിട്ട് പഠിക്കണം. എന്താണ് സെക്കൻഡ് സ്പെൻഡ് ലെങ്ത്ത് 1 മീറ്റർ ആണ്. പറ്റുമെങ്കിൽ എന്ന് പറയേണ്ടത് അതിൻ്റെ ലെങ്ത്തിൻ്റെ പ്രൂഫാണ്. 1 മീറ്റർ ഇടുന്ന പ്രൂഫ് ഒന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, നിർബന്ധമായിട്ടും ആ ലെങ്ത്തിൻ്റെ വാല്യൂ പഠിച്ചിരിക്കണം. ബി പാർട്ട്, ലെങ്ത് ഓഫ് സെക്കൻഡ് സ്പെൻഡ് ഓൺ ദ സർഫേസ് ഓഫ് എർത്ത്. നമ്മൾ പറഞ്ഞ 1 മീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. ശരിക്കും അപ്രോക്സിമേറ്റ്ലി ആണ്, അവർ ഈക്വൽ ടു തന്നെയാണ് പറയുന്നത്. വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് എ സെക്കൻഡ് സ്പെൻഡ് ഓൺ ദ സർഫേസ് ഓഫ് മൂൺ? ഇതേ സെക്കൻഡ് സ്പെൻഡിൽ എടുത്തിട്ട് മൂണിൽ പോവുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും ലെങ്ത്ത് ഉണ്ടാവുക? അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. T = ആരാണ്, 2π√L/g ആണല്ലേ. അപ്പോൾ അതിൽ നിന്നും എല്ലിൻ്റെ ഇക്വേഷൻ GT² / 4π² റൂട്ടൊക്കെ എടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഒന്ന് മാറ്റി എഴുതിയപ്പോൾ റീഅറേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ തന്ന 1 മീറ്റർ. ഇനി മൂണിലെ ലെങ്ത്തിന് LM എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ GM T² / 4π². കാരണം വേറൊന്നും മാറാൻ പോകുന്നില്ല. ഇവിടെ എന്താ മാറാൻ പോകുന്നു, ഗ്രാവിറ്റി മാറും. 3 എന്ന് പറയുമ്പോൾ എപ്പോഴും മൈൻഡിലുണ്ടാവുന്നത് ഗ്രാവിറ്റി മാറും. ഓക്കെ, എർത്തിലെ ഗ്രാവിറ്റിയുമായിട്ട് മൂണിലെ ഗ്രാവിറ്റി നോക്കുകയാണത് G/6 ആണല്ലേ. അപ്പോൾ GM വരും G/6 കൊടുത്തു. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/6 × GT² / 4π². ഈ GT² / 4π² ആരാണ്, 1 മീറ്റർ.
അങ്ങനെയാണ് ആൻസർ എന്തായിരിക്കും 1/6 മീറ്റർ ആയിരിക്കും എവിടെ ഉണ്ടാവുക, മൂണിൽ സെക്കൻഡ് സ്പെൻഡിൽ ലെങ്ത് 1/6 മീറ്റർ ആണ്. ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണം, അത് ബൈ ഹാർട്ടെങ്കിലും പഠിക്കാൻ നോക്കുക. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ നല്ലത്. 3 മാർക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, ഡയറക്റ്റ് എഴുതിക്കാണെങ്കിൽ 1/2 മാർക്ക് അല്ലെങ്കിൽ മാക്സിമം 1 മാർക്ക് കിട്ടിയാൽ കിട്ടി. ദെൻ 25ാമത്തെ ക്വസ്റ്റ്യൻ, എ പാർട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ ഓഫ് ഹീറ്റ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ മീഡിയത്തിൻ്റെ പ്രസൻസിലാണ് ആ പരിപാടി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ഫ്ലോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഫ്ലോ ഓഫ് മാറ്റർ. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ മാത്രമാണ്. കഴിഞ്ഞ പബ്ലിക്കിന് ചോദിച്ച ഓർമ്മയുണ്ടല്ലോ, ആ ഫിഗർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചു, എന്നിട്ട് നമ്മൾ തെർമൽ കണ്ടക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഓക്കെ, അതിന് പി പാർട്ട്. ഓക്കെ, റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ഓഫ് ആൻ അയൺ ബാർ ഡിപ്പെൻഡ്. ഓക്കെ, അയൺ ബാറിൽ നിന്നും ഹീറ്റ് ഫ്ലോ ചെയ്യുന്ന റേറ്റ് ആരൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? 2 ഫാക്ടർ ചെയ്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെ? ഏരിയ ഓഫ് ദ കണ്ടക്ടർ, അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ അയൺ ബാർ എന്ന് പറയാം. ലെങ്ത് ഓഫ് ദ അയൺ ബാറിന് ഇൻവേഴ്സിലി ആണ്, മറ്റ് ഏരിയക്ക് ഡയറക്റ്റ്ലി ആണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. പിന്നെ തെർമൽ കണ്ടക്ടിവിറ്റിക്കും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ് കേട്ടോ. ഓക്കെ, ദെൻ തെർമൽ കണ്ടക്ടിവിറ്റി ആ ഒരു അയൺ ബാറിൻ്റെ ആ നേച്ചർ ഓഫ് സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും. ഏറ്റവും കൂടുതൽ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ആരാണ്? ഒന്ന് കമൻറ്റ് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഡു ദ സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് തെർമോമീറ്റേഴ്സ് ഹാവ് സെയിം ന്യൂമറിക്കൽ വാല്യൂ? അതായത് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഏത് ടെമ്പറേച്ചറിലാണ് സെയിം വാല്യൂ കാണിക്കുക? ആൻസർ ആരാണ്? -40 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2 മാർക്ക് ഉണ്ട്. പറ്റുമെങ്കിൽ എന്ത് ചെയ്യാണ്, പ്രൂഫ് ഇല്ലേ, നമ്മൾ TF = 9/5 TC + 32 ഒന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് 5 മാർക്കിൻ്റെ സെഷൻ പോകാം. നമുക്ക് ലാസ്റ്റ് സെഷനാണ് 5 മാർക്കിൻ്റെ സെഷൻ. ഓക്കെ, 26 മുതൽ 29 വരെ ക്വസ്റ്റ്യനാണ്. ഇപ്പോഴും അതേ ട്രെൻഡ് തന്നെയാണ്, അതേ ഫോർമാറ്റ് തന്നെയായിട്ട് വരുക, അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല. 3 ക്വസ്റ്റ്യൻസാണ് എഴുതേണ്ടത്. ടോട്ടൽ നിങ്ങൾക്ക് 15 മാർക്കാണ്. 5 ഓക്കെ 5 മാർക്കിൻ്റെ സെഷനിൽ, അതായത് സെക്ഷൻ ഇയിൽ നിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ വരുന്നത്, ഏതൊക്കെയാണ് നോക്കാം. ലെങ്ത് മാർക്കിന് വന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ചസ് വിത്ത് ഡെപ്ത് ആണ്. നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഡെപ്തിലെ ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ കേട്ടോ. അത് GD = G × 1 - d/r ഡെറിവേഷനാണ്. മസ്റ്റ് സ്റ്റഡിയാണ് ഡെപ്ത് ഹൈറ്റ് കേട്ടോ. ദെൻ ബി പാർട്ട് ഒരു പ്രോബ്ലം ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് 250 കിലോമീറ്റർ ഫ്രം ദ സർഫേസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫേസിൽ നിന്നും 250 കിലോമീറ്റർ നിങ്ങൾ ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഗ്രാവിറ്റി എന്താ? ജസ്റ്റ് ഒന്നുമില്ല, ഇക്വേഷനിൽ കൊടുക്കുക. ഡിന് വരെ 250 കിലോമീറ്റർ. ഓക്കെ, 6 തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അറിയണം റേഡിയസ് ഓഫ് എർത്ത് 6400 ഇവിടെ കൊടുത്തു. ഓക്കെ, 2 കിലോമീറ്റർ ആണ്, അത് ഓർമ്മിക്കണം കേട്ടോ. മീറ്റർ ആണെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാനൊന്ന് ഓർമ്മിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ വിൽ ബി 9.42 m/s² ആണ് കിട്ടിയത്. നിങ്ങൾ പറ്റും ഇങ്ങനെ പറഞ്ഞു പ്രോബ്ലം ഒന്ന് എടുത്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പ്രോബ്ലം എടുത്ത് ചെയ്യണം. ബാക്കി നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് എടുത്ത് എഴുതാം. അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ പ്രോബ്ലം എടുത്ത് ചെയ്ത് പഠിക്കട്ടോ മക്കളെ. ദെൻ 27ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാൻ നിൽക്കുന്ന ക്വസ്റ്റ്യൻ കാണാൻ നേരം ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ്. അത് നമുക്കറിയാം ആരാണ്? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. അതിന് മാഗ്നിറ്റ്യൂഡാണ് R = √(a² + b² + 2ab cos θ). അത് മാത്രമല്ല ഡയറക്ഷനും ചോദിക്കുന്നുണ്ട്. α = tan inverse of b sin θ / a + b cos θ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയാണ് മക്കൾ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അതിൻ്റെ ടോപ്പിക് വൈസ് വീഡിയോ ആണെങ്കിൽ ഒരു ചാപ്റ്റർ വൈസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടുനോക്കാൻ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ടോപ്പിക് തന്നെയാണ്. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഫ്രം മോഷൻ എ പ്ലെയിൻ പ്രൊജക്റ്റൈൽ മോഷൻ കഴിഞ്ഞാൽ അതാണ് ഇമ്പോർട്ടൻ്റ് വരുന്നത് കേട്ടോ. ദെൻ ബി പാർട്ട് ഒരു പ്രോബ്ലം ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്റ്റൈൽ ഫയർഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 15 degrees 50 മീറ്റർ. അത് 15 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് നമ്മൾ ക്യാപിറ്റൽ R തന്നിട്ടുണ്ട്. 50 മീറ്റർ ആണെങ്കിൽ 50 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ഇറ്റ്സ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ, അതായത് U ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു പ്രോബ്ലമാണ് R = U² sin 2θ/g ആണ്. എന്ന് U² കണ്ടുപിടിച്ചപ്പോൾ എന്തുണ്ടാവും? GR തിരിച്ചിങ്ങോട്ട് ഉണ്ടാവില്ല, GR² ഉണ്ടാവില്ല, GR / sin 2θ. ഈ വാല്യൂസ് R² ഇല്ല കേട്ടോ. ഈ വാല്യൂസ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഈ ഒരു വാല്യൂ നിങ്ങൾ നോക്കി കേട്ടോ. ഈ വാല്യൂസ് കിട്ടുന്നുണ്ടോ ഇല്ലോ എന്ന് ചെക്ക് ചെയ്യാം. ഒന്ന് ഇക്വേഷൻ ഓർമ്മിച്ചാൽ U² = GR / sin 2θ. G എത്രയാണ്? 9.8. R എത്രയാണ്? 50 ആണ്. sin 2θ എത്രയാണ്? 15. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ U² കിട്ടും. അതിൽ നിന്നും U കണ്ടുപിടിക്കാം കേട്ടോ. അതാണ് 27ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 28 പോകാം. ഒന്നുമില്ല, നമ്മളെ ഫ്ലൂയിഡ്സിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ പഠിച്ചിരിക്കണം. മസ്റ്റാണ്. പബ്ലിക് എക്സാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പ്രൂഫ് ഉണ്ട് കേട്ടോ. ഡിഫൈൻ വിസ്കോസിറ്റി എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ ഫ്ലൂയിഡ്സിനെ നമ്മൾ വിസ്കോസിറ്റി എന്ന് വിളിക്കുക. പറ്റുമെങ്കിൽ യൂണിറ്റ് ഒക്കെ ഒന്ന് എഴുതി കൊടുക്കുക. സി പാർട്ട് ഓൺ വിച്ച് ഫാക്ടേഴ്സ് ഡസ് ദ വിസ്കസ് ഫോഴ്സ് ഡിപ്പെൻഡ്? വിസ്കസ് ഫോഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ ആ ഇക്വേഷൻ ഇല്ലേ, ന്യൂട്ടൺസ് വിസ്കസ് ഫോർമുല അല്ലെങ്കിൽ സ്റ്റോക്സ് ലോ F = 6π∗RV. ആ ഇക്വേഷനിൽ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി കാണാം, റേഡിയസ് കാണാം, വെലോസിറ്റി കാണാം. ഇതൊക്കെ വിസ്കസ് ഫോഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ദെൻ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞു ഓക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം മക്കളെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. എ പാർട്ട് 3 പാർട്ടുണ്ട്. എ പാർട്ട് സ്റ്റേറ്റ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യാൻ വേണ്ടി, സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. F പ്രൊപ്പോർഷണൽ dp/dt. F = m ൻ്റെ ഡെറിവേഷൻ ഒന്നും ഇവിടെ ചെയ്യേണ്ട. നോർമലി ആ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഇപ്രാവശ്യം അത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. മോഡൽ എക്സാമിൻ 2023 ചോദിച്ചില്ല. ബി പാർട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ് ലോയിൽ
നിന്നാണ് അത് പ്രൂവ് ചെയ്യേണ്ടത്. ഫ്രം സെക്കൻഡ് ലോ ആൻഡ് സ്റ്റേറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഓക്കെ, സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനും കൂടിയാണ് പറയുന്നത്. ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, ഓക്കെ, ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. തൊട്ടുമുമ്പ് കൺസർവേഷൻ ഓഫ് ആംഗിൾ ഓർ മൊമെൻറ്റം നമ്മൾ ചെയ്ത് 3 മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ സി പാർട്ട് എന്താ മക്കളെ, ഒരു ബുള്ളറ്റ് ഓഫ് മാസ് തന്നിട്ടുണ്ട്. ബുള്ളറ്റിൻ്റെ മാസ് തന്നു, ആ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന ഗണ്ണിൻ്റെ മാസ് തന്നിട്ടുണ്ട്. മസിൽ സ്പീഡ് ഓഫ് ബുള്ളറ്റിൻ്റെ മസിൽ സ്പീഡ് തന്നു. അങ്ങനെയാണ് ഗണ്ണിൻ്റെ റീക്വൽ സ്പീഡ് V = -mv/m ഞാൻ കൊടുക്കുന്നുണ്ട്. ഇക്വേഷൻസ് കൊടുക്കും. എനിക്ക് ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് മോഡൽ എക്സാം 2023 ചോദിച്ചിട്ടുണ്ടായ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ.